ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും അസ്ലിയമ്മാൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തെങ്ങിൻ പൂക്കുല നമ്മുടെ ശരീരത്തിന് എത്രത്തോളം പ്രധാനമാണെന്നും അതുപോലെ തന്നെ തെങ്ങിൻ പൂക്കുല വെച്ചുണ്ടാക്കുന്ന കുറച്ച് റെസിപ്പീസൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. തെങ്ങിൻ പൂക്കുല കഴിക്കുന്നത് കരളിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ധാതുപുഷ്ടി വർദ്ധിക്കുന്നതിനും പിന്നെ രക്താതിസാരം, ദഹന പ്രശ്നങ്ങൾക്കൊക്കെ അത് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് പ്രസവശേഷം വരുന്ന ബാക്ക് പെയിന്, നടുവേദനയ്ക്ക് ഏറ്റവും നല്ലൊരു മരുന്നാണ് തെങ്ങിൻ പൂക്കുല. സാധാരണഗതിയിൽ എല്ലാവരും വിചാരിക്കും തെങ്ങിൻ പൂക്കുലൊക്കെ കഴിക്കുക പ്രസവരക്ഷയുടെ ഭാഗമായിട്ടാണ് എന്നാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല കേട്ടോ. നമുക്ക് തെങ്ങിൻ പൂക്കുല വെച്ചിട്ട് ആദ്യം ഞാൻ കാണിക്കുന്നത് ഒരു മിൽക്ക് ഷേക്കാണ്. അതിന് വേണ്ടിയിട്ട് തെങ്ങിൻ പൂക്കുല ഒരു 2 പീസ് ഇടുക, അതുപോലെ തന്നെ പാലൊഴിക്കുക, പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര, തേനോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഒരു സ്വീറ്റിന് അങ്ങനെ നമുക്ക് മിൽക്ക് ഷേക്ക് അടിച്ചെടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ ലേഹ്യം കഴിക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ കഴിച്ചിരിക്കുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് വേവിച്ചിട്ട് യൂസ് ചെയ്യാം, അതല്ല വേവിക്കാതെ പച്ചയായിട്ടുള്ള തെങ്ങിൻ പൂക്കുല ഇട്ടിട്ട് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം. ഇനി നമുക്ക് അടുത്തത് കാണിക്കാൻ പോകുന്നത് തെങ്ങിൻ പൂക്കുല ലേഹ്യം. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കുന്നത് കൊളസ്ട്രോൾ ഫ്രീ ആയിട്ടുള്ളൊരു ലേഹ്യം എന്ന് പറയാം. നമുക്ക് നെയ്യോ എണ്ണയോ ഒന്നും യൂസ് ചെയ്യണില്ല. തേങ്ങാപ്പാലിലാണ് ഈ ലേഹ്യം ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് തെങ്ങിൻ പൂക്കുല തേങ്ങാപ്പാൽ ഒഴിച്ച് കുക്കറിൽ വേവിച്ചെടുക്കുക. ശേഷം നമ്മൾ ഇത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. പിന്നെ 1 കിലോ ഈത്തപ്പഴവും 1 കിലോ ബദാമും നന്നായിട്ട് കുതിർത്തി അതുപോലെ അതും മിക്സിയിൽ നന്നായിട്ട് അരച്ചു വെക്കണം. ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു അടുപ്പിൽ ലേഹ്യം വരകാനുള്ള പാത്രം വയ്ക്കുക. അതിലേക്ക് നെയ്യും വെളിച്ചെണ്ണയും ഒന്നും ചേർത്ത് കൊടുക്കണില്ല. നമ്മൾ 2 കിലോ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് തേങ്ങാപ്പാൽ ഒരു 3 കപ്പ് തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ട് ഉള്ളി വേവിക്കുക. ഉള്ളി വേവുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് അരച്ചു വെക്കണം. അതാണ് ജീരകം, ചതകുപ്പ, അതൊരു 1/2 kg വീതം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക. അത് ഓരോന്നായിട്ട് ലേഹ്യത്തിലേക്ക് ഇട്ട് കൊടുക്കുക, ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉള്ളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കണം. അങ്ങനെ നന്നായി ഇളക്കും തോറും അത് ഉള്ളി അലിഞ്ഞു പോവും. അതിനുശേഷം ഓരോ ഇൻഗ്രീഡിയൻറ്റ്, ആദ്യം പൂക്കുല അരച്ചത്, പിന്നെ ഈത്തപ്പഴം, ബദാം, ചതകുപ്പ, ജീരകം, ഒരു 50 ഗ്രാം മഞ്ഞൾപ്പൊടി, ഒരു 1.5 കിലോ ശർക്കരയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കുക. ഇളക്കും തോറും അതിൻ്റെ കളറ് നമ്മൾ തീയിലിട്ട് ഇങ്ങനെ ചെറു ചൂടിൽ കിടന്ന് വെന്തുകൊണ്ടേയിരിക്കും. അതിൻ്റെ വെള്ളമൊക്കെ തേങ്ങാപ്പാലൊക്കെ വറ്റി അതിങ്ങനെ കുറുകി കുറുകി വരും. അങ്ങനെ നല്ല തിക്കായിട്ട് ടൈറ്റായിട്ട് വരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ഇതിൽ ഒരു തുള്ളി പോലും എണ്ണയോ നെയ്യോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഈ ഒരു പരുവം വരെയാണ് നമ്മളിത് ചെറു തീയിലിട്ടിട്ട് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതായി കഴിഞ്ഞു, റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് തണുത്തതിന് ശേഷം ഒരു ഫ്രിഡ്ജിൽ ഒരു പാത്രത്തിൽ സൂക്ഷിച്ച് വെക്കുക. കാരണം എണ്ണയും നെയ്യൊന്നും ചേർക്കാത്തതുകൊണ്ട് പുറത്ത് കൂടുതൽ ദിവസം വയ്ക്കുമ്പോൾ കേടുവന്ന് പോകും. ആവശ്യത്തിന് ഡെയിലി കുറച്ച് എടുത്തിട്ട് ചൂടാക്കിയിട്ട് ഉപയോഗിക്കുക. ഈ റെസിപ്പി ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എണ്ണയും നെയ്യും മെഴുക്കൊന്നും ഇല്ലാത്ത ലേഹ്യം കഴിക്കുക, ധൈര്യമായിട്ട് കഴിക്കുക. ഒരു പേടിക്കേണ്ട. നല്ല മെഡിസിൻസൊക്കെ പൂക്കുലൻ്റെ ഗുണം നമുക്ക് കിട്ടും. നെക്സ്റ്റ് റെസിപ്പി പൂക്കുല കുറുക്കാണ്. അപ്പോൾ പൂക്കുല കുറുക്കിന് ഞാൻ ഉപയോഗിക്കുന്നത് പൂക്കുല ഷേക്കിന് ഉപയോഗിച്ചിരുന്ന പോലെ തന്നെ മിക്സിയിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ അമൃതം പൊടിയോ അല്ലെങ്കിൽ കുറുക്കുണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു പൊടി, റാഗിയോ, ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ അരിപ്പൊടി വേണമെങ്കിൽ ഒരു ഗ്ലാസ്സൊക്കെ എടുത്തിട്ട് നമുക്കതിൽ വേണമെങ്കിൽ പാലോ തേങ്ങാപ്പാലോ ഒഴിച്ചിട്ട് കുറുക്കുണ്ടാക്കാം. ഞാനിവിടെ അമൃതം പൊടിയാണ് എടുക്കുന്നത്. അതിന് ഞാൻ 1.5 ഗ്ലാസ് അമൃതം പൊടിയാണ്, അതിനൊരു 3 ഗ്ലാസ്
ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പാലും അല്ലെങ്കിൽ തേങ്ങാപ്പാലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. സാധാരണ വെള്ളമാണ് ഒഴിച്ചിട്ട് കുറുക്കിയെടുക്കുന്നത്. അതിലേക്ക് അല്പം ശർക്കര പാനിയും കൂടി ചേർത്ത് കൊടുക്കണം മധുരത്തിന്. ഇങ്ങനെ നമ്മുടെ പൂക്കുല കുറുക്ക് റെഡി ആയിട്ടുണ്ട്. അതിൽ അല്പം തേങ്ങയൊക്കെ ചുരണ്ടിയിട്ടിട്ട് നമുക്ക് കഴിക്കാൻ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും, ഒരു മടുപ്പൊന്നും വരില്ല. അപ്പോൾ നമ്മൾ ലേഗിയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനൊക്കെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണും വരേക്കും ടേക്ക് കെയർ, ബൈ.